PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് ഡെയിലി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതെടുത്തേ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര വിരുന്നാൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറേ സബ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്, കാരണം ഒത്തിരി പേരെക്കുറിച്ച് ഒന്ന് പഠിക്കേണ്ടിയിരുന്നു. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധിയെക്കുറിച്ചിട്ടാണ് കേട്ടോ. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ടോപ്പിക്കാണ് സെക്കൻഡ് ടോപ്പിക്കായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് ഈ തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കായിരുന്നു. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര വിരുന്നാൾ വരെ എന്ന് പറഞ്ഞ ഓരോ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരികളെക്കുറിച്ചും പഠിക്കാനുണ്ടായിരുന്നു. അത് ഏകദേശം 7-8 പാർട്ടോളം ഉണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് ടോപ്പിക്കായിട്ട് വരുന്നത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കാം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പോയിൻ്റ് ബൈ പോയിൻ്റ് വേഗത്തിൽ പഠിച്ചു പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ടാണ് PSC ക്രൗൺ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഹാത്മാഗാന്ധി ജനിക്കുന്നത് 1869 ഒക്ടോബർ 2-നാണ്. എന്നാണ് 1869 ഒക്ടോബർ 2-നാണ് മഹാത്മാഗാന്ധിയുടെ ജനനം. ജന്മസ്ഥലം എവിടെയാണ്? പോൾബന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. വീട്ടുപേര് കീർത്തി മന്ദിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്. ശരിയായ നാമം എന്താണ്? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ശരിയായ നാമമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ബാല്യകാലനാമം മനു, മോനിയ, 2 തരത്തിൽ പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മനു എന്നും മോനിയ എന്നും അദ്ദേഹത്തിന് 2 ബാല്യകാല നാമങ്ങളായിരുന്നു. മാതാവിൻ്റെ പേര് പുത്തലീഫായി എന്നും പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും പത്നിയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നുമാണ്. അപ്പോൾ ജനനം എവിടെയാണ്? ഏത് വർഷമാണ്? 1869 ഒക്ടോബർ 2 ജനിക്കുന്നു. പോൾബന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനനം. വീട്ടുപേര് കീർത്തി മന്ദിർ എന്നാണ് വീട്ടുപേര്. ശരിയായ നാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നതാണ്. ബാല്യകാല നാമം മനു, അതുപോലെ മോനിയ എന്നാണ് ബാല്യകാലനാമം. മാതാവിൻ്റെ പേര് പുത്തലീഫായി എന്നും പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും പത്നിയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നുമാണ്. ഇനി മക്കളുടെ പേര് ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. അപ്പോൾ ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ് എന്നിങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ മക്കളുടെ പേര്. ഗാന്ധിജി നിയമപഠനം നടത്തിയ സ്ഥലം എവിടെയാണ്? ഗാന്ധി നിയമപഠനം നടത്തിയത് ലണ്ടനിലാണ്. അദ്ദേഹം നിയമപഠനം പൂർത്തിയാക്കിയത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് പറയുന്നതാണ് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണല്ലേ ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ദക്ഷിണാഫ്രിക്കയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം 1893-ലാണ് ഗാന്ധിജി എങ്ങോട്ട് പോകുന്നത്? ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് എന്താണ്? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസുകൾ വാദിക്കാനായിട്ടാണ് നമ്മുടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. അപ്പോൾ ഗാന്ധിജി നിയമപഠനം നടത്തിയ സ്ഥലമാണ് ലണ്ടൻ. ഗാന്ധിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്കയിലേക്ക് ഗാന്ധിജി പോയ വർഷം 1893-ലാണ്. ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസുകൾ വാദിക്കാനാണ് ഗാന്ധിജി എങ്ങോട്ട് പോയത്? ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. ഗാന്ധിജി ആദ്യ പ്രസംഗം നടത്തിയ സ്ഥലം ഡർബൻ എന്നൊരു സ്ഥലത്താണ് ഗാന്ധിജി ആദ്യമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച വാരിക, ദക്ഷിണാഫ്രിക്ക അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഒരു വാരിക ആരംഭിച്ചിരുന്നു. ആ വാരികയുടെ പേരാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രമാണ് വാരികയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ചത്. ഗാന്ധിജി ബ്രഹ്മചര്യം സ്വീകരിച്ച വർഷം 1906-ലാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ബ്രഹ്മചര്യം സ്വീകരിച്ച വർഷം. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം 1908-ലാണ് ഗാന്ധിജി ആദ്യമായി
ആദ്യമായിട്ട് ജയിലിൽ ആകുന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ തീയതി 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. എവിടെ നിന്ന്? ദക്ഷിണാഫ്രിക്കയിൽ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസുകൾ വാദിക്കാനായിട്ടാണ് ഗാന്ധിജി പോയത്. ഈ ഗാന്ധിജി 1915 എങ്ങോട്ടേക്ക് മടങ്ങി വരുന്നത്? ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത്. 1915 ജനുവരി 9 മടങ്ങി വരുന്നു. അപ്പോൾ ഗാന്ധിജി ആദ്യം പ്രസംഗം നടത്തിയ ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച വാരികയാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഗാന്ധിജി ബ്രഹ്മചര്യം സ്വീകരിച്ച വർഷം 1906. ഗാന്ധിയുടെ ആദ്യ ജയിൽവാസം നടന്ന വർഷം 1908. ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ തീയതിയാണ് 1915 ജനുവരി 9. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1901 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. ഏതാണ്? 1901 എവിടെ വെച്ച് നടന്ന? കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഏത് വർഷം? 1917. 15 മടങ്ങി വരുന്നു. 17 ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു. ഗാന്ധിജി ആദ്യമായിട്ട് നിരാഹാര സമരം നടത്തിയ വർഷം ഏതാണ്? 1918. എവിടെയാണത്? അഹമ്മദാബാദിലെ മിൽ സമരത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് നിരാഹാര സമരം നടക്കുന്നത്. അപ്പോൾ 15 നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തുന്നു. 17 2 വർഷം കഴിഞ്ഞ് 17 എന്ത് ചെയ്യുന്നു? ആദ്യമായിട്ട് ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. നിരാഹാര സത്യാഗ്രഹം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അത് 18 അഹമ്മദാബാദ് മിൽ സമരമാണ്. മാറിപ്പോകട്ടോ. ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരനാണെങ്കിലും ആദ്യ നിരാഹാര സത്യാഗ്രഹമാണ് ഏത്? അഹമ്മദാബാദ് മിൽ സമരം. ഇനി സർദാർ പട്ടേൽ ഗാന്ധിയുടെ അനുയായി ആയത്. സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയുടെ അനുയായി ആയ വർഷം ഏതാണ്? ഈ സമരത്തിലാണ് ഈ ഒരു ഗേദ സമരത്തിലാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയുടെ അനുയായി ആയിട്ട് മാറിയത്. റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക ഹർത്താൽ നടത്തിയതാണ് 1919. എന്താ റൗലറ്റ് നിയമം എന്ന് പറയുന്നത്? റൗലറ്റ് നിയമം ഏതൊരു ഇന്ത്യൻ പൗരനെയും ഒരു തരത്തിലുള്ള ഉത്തരവും കൂടാതെ പിടിച്ചുകൊണ്ടുപോയി തടങ്കിലടയ്ക്കാൻ കഴിയുന്ന നിയമമായിരുന്നു റൗലറ്റ് നിയമം. കരിനിയമം എന്നതൊക്കെ അറിയപ്പെട്ടിരുന്നു അല്ലേ? ഈ ഒരു നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധി നടന്ന രാജ്യവ്യാപക ഹർത്താലാണ് ഏത് വർഷം നടന്നത്? 1919 ഏപ്രിൽ 6 നടന്നത്. അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനമാണ്. ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ആദ്യ നിരാഹാര സമരം 1918 അഹമ്മദാബാദ് മിൽ സമരമാണ്. സർദാർ പട്ടേൽ ഗാന്ധിയുടെ അനുയായി ആയത് ഗേദ സമരത്തിലൂടെയാണ്. റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി നേതൃത്വത്തിൽ രാജ്യവ്യാപക ഹർത്താൽ നടന്ന വർഷം 1919 ഏപ്രിൽ 6 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. എല്ലാവർക്കും അറിയാം ഏത് വർഷമാണ്? 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധി നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും അവസാനത്തെ ബഹുജന സമരം എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത്. ഗാന്ധിജി വധിച്ചത് ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജീനെ വധിച്ചത്. ഗാന്ധിജി വധിക്കപ്പെട്ട തീയതി ഏതാണ്? 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വധിക്കുന്നത്. വധിക്കപ്പെട്ട സ്ഥലം ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ചിട്ടാണ് ഗാന്ധിജി വധിക്കപ്പെടുന്നത്. മരണത്തിന് മുന്നിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഗാന്ധിജിയുടെ ഈ ഒരു മരണത്തെ ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി, അത് മരണത്തിന് മുന്നിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന് ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരമാണ് 1942. ഗാന്ധിജി വധിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. ഗാന്ധിജി വധിച്ച തീയതി 1948 ജനുവരി 30. വധിക്കപ്പെട്ട സ്ഥലം ഡൽഹിയിലെ ബിർള ഹൗസാണ്. മരണത്തിന് മുന്നിൽ ഒരു വ്യത്യാസവുമില്ല, ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്ന് ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. ക്രിസ്തു ലക്ഷ്യം കാട്ടിത്തന്നു, ഗാന്ധിജി വഴികളും, ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? മാർട്ടിൻ ലൂതർ കിങ്. ക്രിസ്തു ലക്ഷ്യം കാട്ടിത്തന്നുവെങ്കിൽ ഗാന്ധിജി വഴികളും കാട്ടിത്തന്നു എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി മാർട്ടിൻ ലൂതർ കിങ് ആണ്. ഗാന്ധിജി വധവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ, കപൂർ കമ്മീഷനാണ് ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കേസ് അന്വേഷിച്ചിരുന്ന കമ്മീഷനെ എന്ന് വിളിക്കുന്നു? കപൂർ കമ്മീഷൻ എന്ന് വിളിക്കുന്നു. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഏതാണ്? ഹിന്ദി സ്വരാജ് എന്നതാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം.
ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലുള്ള കപ്പൽ മാർഗമാണ് അദ്ദേഹം ഈ പുസ്തകം രചിച്ചത്. അത് നമ്മൾ പറഞ്ഞു, ലണ്ടനിലാണ് അദ്ദേഹം നിയമ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ആദ്യ രാഷ്ട്രീയ പരീക്ഷണശാല ഇതായിരുന്നു ദക്ഷിണാഫ്രിക്കയായിരുന്നു. അപ്പോൾ ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലുള്ള കപ്പൽ യാത്രയിലാണ് അദ്ദേഹം ആദ്യത്തെ പുസ്തകമായിട്ടുള്ള രചിക്കുന്നത്? ഹിന്ദി സ്വരാജ് രചിക്കുന്നത്. ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഗാന്ധിജിയുടെ ആത്മകഥ. അപ്പോൾ ക്രിസ്തു ലക്ഷ്യം കാട്ടി തന്നുവെങ്കിൽ ഗാന്ധിജി വഴികളും എങ്ങനെ അഭിപ്രായപ്പെട്ടത് മാർട്ടിൻ ലൂതർ കിങ് ആണ്. ഗാന്ധിജി വധവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനാണ് കപൂർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഗാന്ധിയുടെ ആദ്യ പുസ്തകം ഹിന്ദി സ്വരാജ് ആണ്. ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലുള്ള പോകുന്ന വഴി കപ്പൽ മാർഗമാണ് അദ്ദേഹം പോയത്. ആ ഒരു സമയത്ത് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ആദ്യത്തെ പുസ്തകമാണ് ഇത് ഹിന്ദി സ്വരാജ് എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ്. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം 1927 ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത്. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഏത് ട്രസ്റ്റാണ്? നവജീവൻ ട്രസ്റ്റാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അത് പ്രസിദ്ധീകരിച്ച 1927 ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചതാണ് നവജീവൻ ട്രസ്റ്റാണ്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത് മഹാദേവ് ദേശായി ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്ത വ്യക്തി കെ മാധവൻ ആറാണ് ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ്? മഹാദേവ് ദേശായി ആണ്. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് നവജീവൻ ട്രസ്റ്റാണ്. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1927 ഗാന്ധിജിയുടെ ആത്മകഥയിലെ ഏറ്റവും മികച്ച മലയാള പരിഭാഷ നടത്തിയ വ്യക്തി ഡോക്ടർ ജോർജ് ഇരുമ്പയമാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിലെ ഏറ്റവും മികച്ച മലയാള പരിഭാഷ നടത്തിയത് ആരാണ്? അത് ഡോക്ടർ ജോർജ് ഇരുമ്പയം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഗാന്ധി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത് റിച്ചാർഡ് അറ്റൻബാറോയാണ് ഗാന്ധി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത്. ഗാന്ധിജി കണ്ടിട്ടുള്ള സിനിമകൾ, ഗാന്ധിജി 2 സിനിമകളാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് രാമരാജ്യ, അതുപോലെ മിഷൻ ടു മോസ്കോ, രാമരാജ്യ എന്ന 2 സിനിമകളാണ് ഗാന്ധിജി കണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഏറ്റവും മികച്ച മലയാള പരിഭാഷ നടത്തിയ വ്യക്തി ഡോക്ടർ ജോർജ് ഇരുമ്പയമാണ്. ഗാന്ധി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത് റിച്ചാർഡ് അറ്റൻബാറോയാണ്. ഗാന്ധിജി കണ്ടിട്ടുള്ള സിനിമകൾ രാമരാജ്യ, മിഷൻ ടു മോസ്കോ എന്ന് പറയുന്ന 2 സിനിമകളാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയും ദാദാഭായ് നവറോജിയുമാണ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ലിയോ ടോൾസ്റ്റോയും ദാദാഭായ് നവറോജിയുമാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജിയുടെ മാനസപുത്രൻ എന്നറിയപ്പെടുന്നതാണ് ജംനലാൽ ബജാജ് ആണ് ഗാന്ധിജിയുടെ മാനസപുത്രൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയും ദാദാഭായ് നവറോജിയും, ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരി, ഗാന്ധിജിയുടെ മാനസപുത്രൻ ജംനലാൽ ബജാജ് ആണ്. ഗാന്ധിജി 5 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. എത്ര തവണയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുള്ളത്? 5 തവണയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത്. ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം 1920 ഓഗസ്റ്റ് 18. ആദ്യമായിട്ട് 1920 ഓഗസ്റ്റ് 18 വരുന്നു. ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണത്തിനായി ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്. അപ്പോൾ 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആദ്യം 1920 ഓഗസ്റ്റ് 18. എന്തിനു വേണ്ടി വന്നത്? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവായ ഷൗക്കത്ത് അലിയോടൊപ്പമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത്. ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത്, അതായത് ഗാന്ധിജി ഖിലാഫത്ത് പ്രചരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരുമ്പോൾ ഗാന്ധിജിയുടെ പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗം ആദ്യമായിട്ട് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ആരാണ്? മാധവനാണ് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ അതേപടി മൊഴിമാറ്റം നടത്തി ആളുകളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നു. 1920 ഓഗസ്റ്റ് 18 ആദ്യത്തെ സന്ദർശനം. ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണത്തിനായിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവായ ഷൗക്കത്ത് അലിയുടെ കൂടിയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത്. ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് ആരായിരുന്നു? മാധവനായിരുന്നു. ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം 5 വർഷം കഴിഞ്ഞ് 1925. 20 വന്നു, 25 2ാം കേരള സന്ദർശനം 1925 മാർച്ച് 8. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി 25 2ാമത്തെ തവണ കേരളം സന്ദർശിക്കുന്നത്.
ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12-ാം തീയതിയാണ്. ഗാന്ധിജി രണ്ടാമത്തെ വരവിലാണ്. എന്തായിരുന്നു വരുന്നതിൻ്റെ ലക്ഷ്യം? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രചരണാർത്ഥം വന്നെങ്കിൽ രണ്ടാമത് വന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഈ രണ്ടാം വരവ് തന്നെയാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. 1925 മാർച്ച് 12-ാം തീയതിയാണ് ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം 1927 ഒക്ടോബർ 9. ഖാദി പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിയുടെ മൂന്നാം കേരള സന്ദർശനം. അപ്പോൾ ആദ്യം ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രചരണാർത്ഥം, രണ്ടാമത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്, മൂന്നാമത് ഗാന്ധി പ്രചരണത്തിൻ്റെ രീതിയിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഗാന്ധിയുടെ രണ്ടാം കേരള സന്ദർശനം 1925 മാർച്ച് 8 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. ഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയതും ഈ 1925 മാർച്ച് 12 രണ്ടാം വരവിലാണ്. ഗാന്ധിയുടെ മൂന്നാം കേരള സന്ദർശനം 1927 ഒക്ടോബർ 9. ഖാദി പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിയുടെ മൂന്നാം കേരള സന്ദർശനം. ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം 1934 ജനുവരി 10 ഹരിജൻ ഫണ്ട് ശേഖരണത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി 4ാം തവണ കേരളത്തിലെത്തുന്നത്. അപ്പോൾ ഓരോ തവണ ഗാന്ധിജി കേരളത്തിൽ വരുമ്പോഴും ഓരോ അതിൻ്റെ പുറകിൽ വ്യക്തമായിട്ടുള്ളൊരു ഉദ്ദേശങ്ങൾ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. ഹരിജൻ ഫണ്ട് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് 4ാം തവണ എന്ത് ചെയ്യുന്നത്? ഗാന്ധിജി കേരളത്തിലേക്ക് എത്തുന്നത്. ഗാന്ധിജിയുടെ 5ാമത്തെയും അവസാനത്തെയും വരവ് ഏതായിരുന്നു? 1937 ജനുവരി 12 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഏറ്റവും അവസാനം, അതായത് 5ാമത്തെ തവണ കേരളത്തിലേക്ക് വരുന്നത്. ഈ ഒരു 5ാമത്തെ തവണ ഗാന്ധിജി കേരളത്തിലേക്ക് വന്നപ്പോൾ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ വന്നുകൊണ്ടാണ് തൻ്റെ ഈ ഒരു വരവിനെ തീർത്ഥാടനം, കേരളത്തിലേക്ക് ഒരു തീർത്ഥാടനം എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിക്കുകയുണ്ടായി. ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശനം 1934 ജനുവരി 10 ഹരിജൻ ഫണ്ട് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം 4ാം തവണ കേരളത്തിൽ വരുന്നത്. ഗാന്ധിജിയുടെ 5ാമത്തെയും അവസാനത്തെയും കേരള സന്ദർശനം 1937 ജനുവരി 12 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അവസാനം കേരളത്തിലേക്ക് വരുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ട് തന്നെ എന്താണ്? ഒരു തീർത്ഥാടനം, തൻ്റെ ഈ ഒരു വരവിനെ ഒരു തീർത്ഥാടനമായിട്ടാണ് ഗാന്ധിജി കണ്ടിരുന്നത്. ഗാന്ധിജിയുടെ പത്രങ്ങൾ ഏതൊക്കെയാണ്? യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ എന്ന് പറയുന്ന പത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ. അപ്പോൾ യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ എന്നിവയൊക്കെ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട പത്രങ്ങളായിരുന്നു. ഗാന്ധിജിയെ വധിച്ച ശേഷം രക്ഷപ്പെട്ട ഗോഡ്സെയെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയ വ്യക്തി ആരാണ്? രംഗുനായക്. രംഗുനായക്കാണ് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ച ശേഷം അവിടുന്ന് രക്ഷപ്പെടുകയും ഈ ഒരു വിനായക് ഗോഡ്സെനെ പിന്തുടർന്ന് കണ്ടെത്തി കീഴ്പ്പെടുത്തിയ വ്യക്തിയാണ് ആര്? രംഗുനായക് എന്ന് പറയുന്ന വ്യക്തി. ഇനി ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് മീരാബെൻ, സരളാബെൻ. മീരാബെൻ, സരളാബെൻ എന്ന് പറയുന്ന 2 പേരാണ് ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്ന് അറിയപ്പെടുന്നത്. ഇന്ന് ഇന്ത്യൻ ലേഡി എന്നും മീരാബെൻ അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ പ്രധാന പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട പത്രങ്ങൾ ഗാന്ധിജിയുടേതാണ്. ഗാന്ധിജി വധിച്ച ശേഷം ഗോഡ്സെയെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയ വ്യക്തിയാണ് ആര്? രംഗുനായക് എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ, 2 ഇംഗ്ലീഷ് പുത്രിമാരാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. ആരൊക്കെ? ഒന്ന് മീരാബെന്നും സരളാബെന്നും. ഇന്നത്തെ മീരാബെൻ ഇന്ത്യൻ ലേഡി എന്ന് അറിയപ്പെടുന്നു. ഇനി എൻ്റെ ഏറ്റവും വലിയ താങ്ങ് ഇതാ പോയി എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരുടെ മരണത്തെ തുടർന്ന്? ബാലഗംഗാധര തിലകൻ്റെ മരണത്തെ തുടർന്നാണ് എൻ്റെ ഏറ്റവും വലിയ താങ്ങ് ഇതാ പോയി എന്ന് ഗാന്ധിജി പറഞ്ഞത്. സത്യാഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച വ്യക്തി? യേശുക്രിസ്തുവിനെയാണ് ഗാന്ധിജി സത്യാഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത്. അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൽസൺ ചർച്ചിലാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ താങ് ഇതാ പോയി എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരുടെ മരണത്തെ തുടർന്ന്? ബാലഗംഗാധരൻ്റെ തിലകൻ്റെ മരണത്തെ തുടർന്ന്. സത്യാഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു. അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൽസൺ ചർച്ചിലാണ്. അപ്പോൾ നമ്മളിന്ന് ഗാന്ധിജി നിരാഹാര സമരം ആവിഷ്കരിച്ചത് 1920 ഗാന്ധിജി നിരാഹാര സമരം ആവിഷ്കരിക്കുന്നത്. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായ സമ്മേളനം 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് മാറുന്നത്. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷം 1925 ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിക്കുന്നത്. പേഴ്സൺ ഓഫ് ദി ഇയർ ആയി ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി. പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് ടൈംസ് മാഗസിൻ തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്?
മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് 1931 രണ്ടാം വട്ടമേശ സമ്മേളനം. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ രണ്ടാം വട്ടമേശ സമ്മേളനം ഏതൊക്കെ വർഷമാണ്? 1930, 31, 32, 3 വർഷങ്ങളിൽ നടന്നു. അത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഗാന്ധി നിരാഹാര സമരം ആവിഷ്കരിച്ചത് 1920-ലാണ്. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം 1924 ബെൽഗാം സമ്മേളനമാണ്. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷം 1925-ആണ്. പേഴ്സൺ ഓഫ് ദി ഇയർ ആയി ടൈം മാഗസിൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് 1931 രണ്ടാം വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത്. ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച വർഷമാണ് 1934. ഗാന്ധിജി ഓൾ ഓഫ് ഇന്ത്യൻ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സ്ഥാപിച്ച വർഷം 1934-ലാണ്. ഗാന്ധിജി ഓൾ ഓഫ് ഇന്ത്യൻ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സ്ഥാപിച്ച ഏത് വർഷമാണ്? 1934-ലാണ്. ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതിയാണ് ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത്. ഗാന്ധിജിയെ ആദ്യമായി സമാധാന നോവലിന് പരിഗണിച്ച വർഷം 1937-ലാണ്. ഗാന്ധിജി ആദ്യമായിട്ട് സമാധാന നോവലിന് പരിഗണിച്ച വർഷം 1937-ആണ്. സമാധാന നോവലിന് പരിഗണിച്ച വർഷം 1937-ആണ്. ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി. 1934-ലാണ്. ഗാന്ധിജി ഓൾ ഓഫ് ഇന്ത്യൻ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സ്ഥാപിച്ചത് 1934-ലാണ്. ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി. ഗാന്ധിജി ആദ്യമായി സമാധാന നോവലിന് പരിഗണിച്ച വർഷം 1937-മാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗാന്ധിജിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചു പോയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് PSC ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ PSC സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകളൊക്കെയാണ് തരുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് PSC പഠിക്കുന്നവർ വിദ്യാർത്ഥികൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.